ഹലോ! ഇത് പിള്ളേര് സ്കൂളിൽ പോകുന്നതിൻ്റെ തലേന്ന്, അതായത് സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ഉച്ച കഴിഞ്ഞുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. നാളെ ഇടാനുള്ള എല്ലാ സാധന സാമഗ്രികളും ഞാൻ ഇപ്പുറത്തെ റൂമിൽ ബെഡിൽ എടുത്ത് വെക്കും കേട്ടോ. യൂണിഫോം, സോക്സ്, ചാക്കോച്ചനടക്കമുള്ള സാധനങ്ങൾ എടുത്ത് വെക്കും. പിന്നെ തോമുൻ്റെ ഷൂസ്, സോക്സ്, ഷൂ ഒക്കെ അവിടെ തന്നെ ഞാൻ അടുപ്പിച്ച് വെക്കും കേട്ടോ. ഇന്നേഴ്സ്, ബെൽറ്റ്, ID കാർഡ് അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചാൽ ഡോൺ ചേട്ടൻ രാവിലെ കുളിപ്പിക്കാൻ വരുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ബാഗിൽ തുണി പൊതിയാനുള്ള തുണി, അതുപോലെ ബാഗിൽ സ്ലേറ്റിൽ വല്ലതും എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം. ഹോംവർക്ക് ഉണ്ടോ എന്ന് നോക്കണം. പെൻസിൽ ബോക്സിൽ എന്താ പറയുക, സ്ലേറ്റ് പെൻസിൽ ഉണ്ടോ എന്ന് നോക്കണം. ചാക്കോൻ്റെ ബാഗ് റെഡിയാക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. വൈകുന്നേരം എങ്ങനെയാണ് മൂടുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കുളിക്കാനുള്ള വെള്ളം കെറ്റിലിൽ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് വന്ന് സ്വിച്ച് ഇട്ടാൽ മതി. ഡോൺ ചേട്ടന് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആവും. അതിപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്തായാലും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അഗാരോൻ്റെ കെറ്റിലാണേ, അടിപൊളിയാണ്. അപ്പോൾ പൗഡറും ഒക്കെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു 5 മണിയൊക്കെ ആയി സമയം. എന്നാൽ പിന്നെ ചെടിയും കൂടെ നനച്ചാൽ ആ പരിപാടി കഴിയുമല്ലോ. എന്നും കാറ്റടിച്ച് താഴെ ഇല വന്ന് വീണ് കിടക്കും കേട്ടോ. ഇതെവിടുന്നാ വരുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അപ്പം ചെടി ഒക്കെ എന്തായിന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ചെടിയൊക്കെ ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ താഴത്തെ മണി പ്ലാന്റിൽ നിന്നാണ് ഞാൻ ഓരോന്നും മുറിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഈ 4 ചട്ടിയിൽ ഞാൻ പുല്ല് വെച്ചതാണ് കേട്ടോ, നമ്മുടെ ഭംഗിയുള്ള പുല്ലുകൾ. പക്ഷെ വരുന്നത് വേറെ തരം പുല്ലുകളാണ്. ഇത് സ്റ്റാറാണ് കേട്ടോ. സ്റ്റാറിൻ്റെ ഈ കമ്പിവല ഡാഡിയും മോനും ഉപേക്ഷിച്ചിട്ട സാധനമാണ്. അത് ഞാനെടുത്ത് എൻ്റെ മണി പ്ലാന്റ് റിങ്ങാക്കി കേട്ടോ. റിങ്ങല്ല, മണി പ്ലാന്റ് ചുറ്റി വെക്കാൻ എടുത്തു. പിന്നെ അതേ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് കുറച്ചും കൂടെ വളർന്നു വന്നാലേ സെറ്റ് ആവുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ചുറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ആദ്യം ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കും. അപ്പോൾ ജമന്തി ഒന്നും ഇടയ്ക്ക് ചില ചില്ലകൾ വാടിപ്പോവും, ചില ചില്ലകൾ വരും. ഇപ്പോൾ ഇതേ പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നിറച്ച്. പിന്നെ എൻ്റെ മെയിൻ കൃഷി ഇപ്പോൾ ഈ പുല്ലുകളാണ് കേട്ടോ. അവിടെ നട്ട് ഇവിടെ നട്ട് അപ്പുറത്തുനിന്ന് നട്ട് ഇപ്പുറത്തുനിന്ന് നട്ട് അങ്ങനെയൊക്കെ മാറ്റി മാറ്റി വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പേരും നാളും ഒന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അപ്പോൾ ദേ തോമു എന്നെ സഹായിക്കാൻ എൻ്റെ ഇവിടുത്തെ കസേര ഇട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതെനിക്ക് വല്ലാത്തൊരു സഹായമായിരിക്കും. അങ്ങനെ ഞാൻ വേഗം ചെടിയൊക്കെ നനച്ചു. നല്ല വെയിലുണ്ട്. എന്നാലും ഞാനങ്ങ് നനച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ മമ്മി വളരെ ഭംഗിയിൽ തിട്ടുകളിൽ വെച്ചിരുന്നതാണ്. പക്ഷേ ഒരു സമയത്ത് ഭയങ്കര കാറ്റ് വന്നപ്പോൾ ഓർക്കണ്ട എല്ലാം പറന്നു പോയതുകൊണ്ട് പിന്നെ ഞാനിത് താഴെ വെക്കുള്ളൂ. അതായത് റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ചെടികൾ ആ കമ്പിയുടെ ഇടയിൽ കൂടെ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനൊരു ഭംഗിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കാറ്റും മഴയും വന്നാൽ ഇതൊക്കെ പാരപ്പറ്റിൽ കിടക്കും. അങ്ങനെ എന്താ പറയുക, വേഗം നാളത്തെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് റെഡിയായിട്ടോ. ഈ പരിപാടി കൊള്ളാട്ടെ. ഈ റീൽസ് എടുപ്പ് ഇഷ്ടമായോ നിങ്ങൾക്ക്?